ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിനെയാണ്. കുറച്ച് പഴയ ഒരു ടൈപ്പ് മോഹൻലാലിനാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കളറിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ എന്താ പറയുക, ഡ്രോയിങ്ങിനെ കുറിച്ചാണെങ്കിൽ ആദ്യം നമ്മൾ ചെറുതായിട്ട് പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് നമ്മൾ വാട്ടർ കളർ കൊണ്ട് ഞാനത് ചെയ്യണതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഫേസ് വാട്ടർ കളർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ മന്ത്രം പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഇനി ഈ വർഷം തൊട്ട് ഞാനിങ്ങനെ ഫേസ് പോർട്രേറ്റ് വരയ്ക്കുകയാണെന്ന് കളറിങ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഇതെല്ലാം ഞാൻ എന്താ പറയുക, പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഓരോ പിക്ചേഴ്സാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം, ക്ഷമിച്ച് കളയുക. പിന്നെ ഇന്ന് ഞാൻ ഒരു വേർഡ് എടുത്തിരിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള ഒരു വേർഡാണ് ഞാൻ ഇന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയണത്. ആ വാക്ക് ഞാൻ മനസ്സിലാക്കിയത് അതാണ്. നമ്മൾ ഓരോ ഡ്രീമിൻ്റെ പുറകെ ഓടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓരോ ഗോൾ സെറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കച്ചവടക്കാരായിരിക്കാം, ഏത് വിഭാഗത്തിൽപ്പെട്ടോട്ടെ. നമുക്ക് നമ്മുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ബേസിക്കായിട്ടുള്ള കാര്യം സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള ഒരു വേർഡ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സെൽഫ് റെസ്പെക്റ്റ് നമ്മളെ തന്നെ ചെയ്യുന്നു, അപ്പോൾ നമ്മൾ അത്രത്തോളം ഹയർ പൊസിഷനിലേക്കോ ഇല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് നമ്മൾ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവനവൻ്റെ കാര്യം സ്മാർട്ടായിട്ട് നോക്കുന്ന ആൾ. നമുക്ക് എന്ത് കാര്യത്തിലും സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആൻസർ ഉണ്ടാവും. നമ്മൾ ഈ ഒരു വേർഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാരിലുള്ള ഒരു പ്രത്യേകതയാണ്, അവർ എപ്പോഴും പ്രിപ്പയർഡായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രീം ഗോൾസ് അതൊക്കെ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു വാക്കാണ് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു എന്താ പറയുക, ഹൈക്ക് നമ്മുടെ ലൈഫിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി ഒരു സപ്പോർട്ടാവും എന്നാണ് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയേക്കണത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ശരി വേണം, ഒരു ട്രൂത്ത് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് നമുക്ക് അതിൽ നിന്ന് ഒരു എന്താ പറയുക, സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് അങ്ങനെ സംഭവങ്ങളൊക്കെ കണക്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് കെയർ, അവെയർനെസ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി പണ്ട് ഞാൻ ഈ മാർക്കറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ഡയറി ഉണ്ടാവും. അതായത് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം എഴുതി വയ്ക്കും. ആ ഒരു ടൈമിൽ ഒരു ശീലമായിരുന്നു എനിക്ക്. അതായത് നമ്മൾ ഒരു കസ്റ്റമറെ കണ്ട് കസ്റ്റമറിൻ്റെ പേര്, ഡീറ്റെയിൽസ്, പിന്നെ ആ പുള്ളിയുടെ എന്ത് റിക്വയർമെൻറ്റാണ്, അങ്ങനെ നമ്മൾ ആ ബയോഡാറ്റാസ്, പുള്ളിയുടെ ഏകദേശം ഫുൾ ബയോഡാറ്റാസ് നമ്മളെടുക്കും. നമ്മൾ എടുത്ത് ഒരു പ്രോപ്പർ ഇതിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ആ എഴുത്ത് ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ എഴുത്തിലൂടെ നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള വേർഡിൻ്റെ ബേസ് അവിടെ നിന്നാണ് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഇതിൽ. കാരണം നമ്മൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് എഴുതി വയ്ക്കുമ്പോൾ അന്ന് നടന്ന ഇവൻറ്റ്, അന്ന് നടന്ന ലോസ്, അതെല്ലാം നമ്മൾ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ കുറിച്ച് വയ്ക്കുമ്പോൾ പിന്നെ നമ്മളെ തന്നെ വീണ്ടും നമ്മളെ തന്നെ പരിശോധിക്കണതാണ്. ഓരോ ദിവസം ചെല്ലുമ്പോൾ ബെറ്റർമെൻ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും നമ്മൾ. ഞാൻ അങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്യുമായിരുന്നു മാർക്കറ്റിംഗ് ടൈമിൽ. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയേക്കണത് നമ്മളിടുന്ന ഷൂസ് അല്ലെങ്കിൽ നമ്മളിടുന്ന ചെരുപ്പ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.
അതുകൂടാതെ നമ്മൾ എവിടെ പുറത്ത് പോയാലും നമ്മൾ വാച്ച് കെട്ടുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ടൈമിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കഴിയുമ്പോൾ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവരിൽ എൻ്റെ ഒരു ക്ലയൻറ്റിനെ ഞാൻ കാണും. അതായത് ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക അതെൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യും അവരുടെ അടുത്ത്. അപ്പോൾ മാക്സിമം അപ്പം ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റോടെ അല്ലെങ്കിൽ നല്ല ഒരു സംസാരം വളരെ പൊളൈറ്റായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു മൈൻഡിലായിരിക്കും എപ്പോഴും ഞാൻ സംസാരിക്കുക. അപ്പോൾ ശരിക്കും നമ്മളുടെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് അവിടെ വരുന്നത്. അത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും. നമ്മുടെ ഒരു സെൽഫ് ക്യാരക്ടറിന് ബിൽഡ് ചെയ്യാൻ വേണ്ടി അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ട കാഴ്ചപ്പാടുകളാണ്, അല്ലെങ്കിൽ എൻ്റേതായ ശരികളാണ്, എനിക്ക് തോന്നിയ ശരികളാണ് കേട്ടോ. ഇത് ഓരോ വ്യക്തികളിലും ഓരോ മാറ്റങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അവരവരുടെ തിങ്കിങ് വരുമ്പോൾ ഇതിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ആ വാക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ സ്ട്രെസ്സ് ഡിപ്രഷനൊക്കെ കുറച്ച് മാറി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ സ്ട്രെസ്സ്, ഡിപ്രഷൻ ഇതൊക്കെ വരുന്ന മറ്റൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസാണ് നമ്മളുടെ ഇതിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ തട്ടിപ്പോകുന്നതാണ്, നമ്മൾ യേശുവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെക്കുറിച്ച് തന്നെ എപ്പോഴും ഒരു റെസ്പെക്റ്റഡ് പേഴ്സണായിട്ട് കാണുമ്പോൾ കൂടുതൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നമ്മുടെ ഇതിലേക്ക് കയറി വരാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ നമ്മുടെ വർക്കിന് നമ്മുടെ ഫോക്കസ്ഡ് ആയിരിക്കും, നമ്മുടെ ഡ്രീമിന് നമ്മൾ ഇമ്പോർട്ടൻസ് വളരെ കൊടുക്കും. പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന കാര്യം ഇങ്ങനത്തെ ഈ സെൽഫ് റെസ്പെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഞാൻ കണ്ടേക്കണ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരു സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ പറയുക, ഈ മറ്റുള്ള ഡിസ്ട്രാക്ഷൻസൊക്കെ കുറേ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ഇത് എന്താ പറയുക, നമ്മുടെ ഓരോ വർക്കുകൾ, നമ്മുടെ അപ്ഡേറ്റ്സ്, നമ്മുടെ ഡ്രീം ഗോൾ, അതിലേക്ക് നമ്മൾ ഒരു വഴി തേടിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ കാണുന്ന ഏത് വ്യക്തിയായാലും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ തന്നെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണായിട്ട് കാണണം എപ്പോഴും എന്നാണ് ഞാൻ പറയണത്. കാരണം ഇതൊരു മത്സരമായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഈ ലോകത്തിപ്പോൾ നടക്കുന്ന ഫുൾ റേസാണ്. അപ്പോൾ നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പ്രയോറിറ്റി നമ്മൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നോ പറയാൻ പഠിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ നോ എന്ന് പറഞ്ഞില്ലെങ്കിൽ വേണ്ട അത് നിർത്തിക്കോ എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫങ്ഷനായി എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു എത്തിക്സ് ഉണ്ടാവില്ല. നമ്മളെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാറ്റലോഗോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം അതിൽ മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പറയും ഓ നോ അതിപ്പോൾ വേണ്ട, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് പറഞ്ഞത് ഒഴിവാക്കി വിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ അതേപോലെ ചോദിക്കേണ്ട അടുത്ത് നമ്മൾ ചോദിച്ച് വാങ്ങും. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു കുറവ് നമ്മളിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചോദിച്ച് കറക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ ഇൻസൾട്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ നമ്മളെ ഹരാസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് എഴുന്നേറ്റ് വരും. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ഒന്നില്ലെങ്കിൽ അത്
എന്താ പറയുക, അതിന് എഗെയിൻസ്റ്റ് നമ്മൾ പോകും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കി അവിടുന്ന് വിട്ടു പോകും എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള ഒരു വേർഡ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വാക്കാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം നമ്മുടെ മോഹൻലാൽ സാറിനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ്, എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അപ്പോൾ അത് പതുക്കെ നൈസായിട്ട് അങ്ങ് വിട്ട് കളയുക. ആദ്യമായിട്ടാണ് ഞാൻ കേട്ടോ വാട്ടർ കളറിങ് ഇത് പോർട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഓക്കെ, നമ്മൾ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. യെസ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഇന്ന് സംസാരിച്ച വാക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള വേർഡ്, അത് ഏത് വ്യക്തി ആയിക്കോട്ടെ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ അല്ലാത്ത ആളായിക്കോട്ടെ, എങ്ങനത്തെ ഒരു ഏത് കാറ്റഗറിയിൽ നിൽക്കുന്ന ആളായാലും നമ്മുടെ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു വേർഡാണ് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത്. സോ ഞാൻ ഫിനിഷ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ഓൾവേസ് ബി എ സെൽഫ് റെസ്പെക്റ്റഡ് മാൻ. ബൈ, ടേക്ക് കെയർ.